മഹാപിശുക്കനായിരുന്നു രാംദാസ്. അയാൾ ഒരു കാര്യത്തിനും പണം ചെലവാക്കില്ലായിരുന്നു. ഞാൻ എത്ര നാളായി പറയുന്നു ഒരു എലിപ്പെട്ടി വാങ്ങാൻ. ഇതാ എൻ്റെ തുണിയൊക്കെ എലി കരണ്ടു മുറിച്ചു. ഒരു ദിവസം അയാളുടെ ഭാര്യ കലി തുള്ളിക്കൊണ്ട് പറഞ്ഞു, 100 രൂപ കൊടുക്കാതെ എലിപ്പെട്ടി കിട്ടില്ല. എലികളെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എലിപ്പെട്ടി എന്തു ചെയ്യും? എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. അയാൾ പുറത്തേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു പൂച്ചയെയും കൊണ്ടെത്തി. പൂച്ച അപ്പോൾ തന്നെ ഒരു എലിയെ പിടിക്കുന്നത് അയാൾ കണ്ടു. ദാ കണ്ടോ, ഇങ്ങനെയാണ് ചില്ലിക്കാശു കളയാതെ കാര്യം സാധിക്കുക എന്ന് പറയുന്നത്. നീ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എൻ്റെ 100 രൂപ പോയേനെ. പക്ഷേ എലികളൊക്കെ തീർന്നപ്പോൾ പൂച്ച കട്ടു തിന്നാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ എന്തോ അടുക്കളയിൽ പൊട്ടുന്ന ശബ്ദം കേട്ടു. രാംദാസിൻ്റെ ഭാര്യ വന്ന് നോക്കിയപ്പോൾ പാത്രങ്ങളൊക്കെ നിലത്ത് ചിതറിക്കിടക്കുന്നു. നിങ്ങൾ 100 രൂപ ലാഭിക്കാൻ പൂച്ചയെ വാങ്ങിയതല്ലേ? പൂച്ച ദാ ഒക്കെ നശിപ്പിച്ചു. രാംദാസിൻ്റെ ഭാര്യ ദേഷ്യത്തോടെ പറഞ്ഞു. പിറ്റേന്ന് അയാൾ പൂച്ചയെ ഓടിക്കാനായി ഒരു നായയെ വാങ്ങിച്ചു. നായയെ കണ്ടപാടെ പൂച്ച പതിയെ സ്ഥലം വിട്ടു. 2 നാൾ കഴിഞ്ഞപ്പോൾ രാംദാസിൻ്റെ ഭാര്യ ഓടി വന്നു പറഞ്ഞു, അയ്യോ, നിങ്ങളുടെ നായ എൻ്റെ 2 കോഴിക്കുഞ്ഞുങ്ങളെ തിന്നേ. രാംദാസിന് ആകെ ദേഷ്യം പിടിച്ചു. അയാൾ ദൂരേക്ക് നടന്നുപോയി. തിരിച്ചു വന്ന അയാളുടെ കയ്യിലൊരു എലിപ്പെട്ടി ഉണ്ടായിരുന്നു. ഇതാദ്യമേ ചെയ്താൽ മതിയായിരുന്നു. പിശുക്ക് കാണിച്ചതിന് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി. ഭാര്യയുടെ ചോദ്യത്തിന് മുന്നിൽ രാംദാസ് ഉത്തരമില്ലാതെ നിന്നു.